പ്രിയപ്പെട്ടവരെ, കണ്ണൂർ പെരിങ്ങത്തൂരില് ബസ്സിലെ കണ്ടക്ടറെ ബസ്സിൽ കയറി മർദ്ദിച്ചൊരു സംഭവമുണ്ട്. തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിനാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. വിദ്യാർത്ഥിനിയോട് യാത്രാ പാസ് ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ മർദ്ദനത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. ഒരുത്തന്റെ ഔദാര്യമല്ല, പൈസ പൈസ തരില്ല. പാസ് കൊടുക്കുന്ന പാസ് നിങ്ങൾ ഇറക്കിയോ? മനസ്സിലായിക്കോ? നിഖിലാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്. നിഖിലെ, ഒരു മനുഷ്യനെ അതിക്രൂരമായി അവിടെ തല്ല് ചതയ്ക്കുന്നുള്ളത് എന്താണ് സംഭവം? എന്തിനാണ് ഇവർ പ്രകോപിതരായത്? സേതു, ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിനെയാണ് ഇത്തരത്തിൽ മർദ്ദിക്കുന്നത്. ഈ മർദ്ദനത്തിന് കാരണമായി പറയുന്നത്, ഈ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൺസെഷൻ പാസ് ഉണ്ടായിരുന്നില്ല കയ്യിൽ. അതിനെ തുടർന്ന് ഈ കണ്ടക്ടർ ഇവരോട് പാസ് ആവശ്യം, പിന്നീട് ഫുൾ ചാർജ് ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്യാനാണ് ഈ വിദ്യാർത്ഥിയുടെ ഭർത്താവും അയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് ബസ്സിൽ കയറി ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം നടത്തിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ബസ് ജീവനക്കാർ പറയുന്നത്, ഈ യാത്രാ പാസ് കയ്യിലില്ലാതെ അങ്ങനെ കൺസെഷൻ നിരക്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് ഈ വിദ്യാർത്ഥിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഫുൾ ചാർജ് ഈടാക്കിയത് എന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. അതേസമയം ഈ കുടുംബം ആരോപിക്കുന്നത്, ഈ ബസ്സിൽ നിന്ന് തള്ളിയിടുകയും ഈ സമയത്ത് വിദ്യാർത്ഥിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ വീണ് പൊട്ടുകയും ചെയ്തു എന്നാണ് ആരോപിക്കുന്നത്. അങ്ങനെയാണ് ഇവർ ബസ്സിലേക്ക് കയറി യാത്രക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ച് കണ്ടക്ടർ വിഷ്ണുവിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിഷ്ണുവിന് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് വിഷ്ണു ഉള്ളത്. ചൊക്ലി പോലീസിൽ ബസ് ജീവനക്കാർ പരാതി നൽകിയിട്ടുമുണ്ട്. ശരി നിഖിൽ, ഓക്കെ.